ഓക്കെ, ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് വീണ്ടും ഈ മൂന്നാമത്തെ ബൈബിൾ ക്ലാസ്സിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫ്രൈഡേ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. കാരണം ദൈവമക്കളുടെ ഉത്സാഹമാണ് എന്നെ വളരെയധികം ഇതിനായിട്ട് ഉത്സാഹിപ്പിച്ചത്. എല്ലാ ദിവസവും 2-3 ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഫ്രൈഡേയിൽ ആർക്കും കൊടുക്കാതിരിക്കുകയായിരുന്നു. എസ് പാസ്റ്ററുടെ അത്യഷ്ടമായ ഉത്സാഹം, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സന്ദർഭമാണ്. അതിൽ പോകാതെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം ഡെഡിക്കേറ്റ് ചെയ്തു. അത് ഇത്രയും പേരെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് വലിയ കൂട്ടത്തിലല്ല, ഉത്സാഹത്തോടെ താല്പര്യത്തോടെ പഠിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ നമ്മുടെ ഡോക്ടർ ഏഞ്ചൽ എസ് പാസ്റ്റർ മോളാണെന്ന് ഇന്നാണ് അറിഞ്ഞത്. ഏഞ്ചലിനെ ഞാൻ വിളിച്ചിരുന്നു വാക്യത്തിന്റെ ക്രമീകരണം പറയാനായിട്ട്. അതുപോലെ റോസം സിസ്റ്ററേയും വിളിച്ചിരുന്നു. ഏഞ്ചലുമായിട്ടുള്ള വർത്താനം എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല ആത്മീയ കൃപയുള്ള ഒരു പൈതൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. റോസം സിസ്റ്ററും ദൈവത്തിന്റെ കൃപയിൽ പ്രയോജനപ്പെടുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ബൈബിൾ വായനയെ സഹായിക്കുന്നതിൽ വലിയ സന്തോഷമാണ്. ഈ മെസ്സേജുകൾ 20,000 ആൾക്കാർക്ക് പോകുന്നുണ്ട്. ആ കാര്യം ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ആൾ കുറവാണെങ്കിലും പിന്നീട് യോഗം കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. ഇന്ന് ഞാനത് അയച്ചു കൊടുക്കും. ഇന്നത്തെ ക്ലാസ് കർത്താവിദാസൻ അയച്ചിരുന്നതനുസരിച്ച് അയച്ചു കൊടുക്കും. വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അടുത്തൊരു വാക്യം. വെളിപ്പാട് 1-ന്റെ 1 മുതൽ 3 വരെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം ഞാൻ ക്ലാസ് എടുക്കുന്നത് അതിന്റെ ഓരോ വാക്കും വിടാതെയാണ്. കാരണം ഇപ്പം 4-ാം അധ്യായത്തിലേക്കാണ് തൃശ്ശൂര് അലങ്കര ക്രിസ്ത്യൻസ് ചർച്ചിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിങ്കളാഴ്ചയും. 4-ാം അധ്യായം 1-ാം വാക്യം ആരംഭിച്ചുള്ളൂ. 44-ാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ആഴ്ച എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1-2 ദിവസം കൊണ്ട് ഈ ക്ലാസ് വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവം അറിയാനാണ് കാക്ഷിക്കുന്നത്. 4-ാം അധ്യായം മുതലുള്ള സംഭവം എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാനുള്ളതാണ്. മഹോദരകാലം നമ്മെ ബാധിക്കുന്നല്ല, പക്ഷെ നമ്മളത് പഠിക്കുന്നു. എന്നാൽ ഈ 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് നിലനിൽക്കേണ്ടതായ വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന 3 അധ്യായങ്ങളാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ 3 വിഭാഗങ്ങളാണ്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ 2 ക്ലാസ് എടുത്തു. ഇനി എടുത്ത ക്ലാസിന്റെ ആവർത്തനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ വാക്കുകളും എടുത്ത് തെളിയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിനും നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള ദൂതുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ആ നിലയിലാണ് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിന് 365 ദിവസം, ചില മാസങ്ങളിൽ ചില വർഷം 366. എൻ്റെ ക്ലാസ് 366 ക്ലാസ് ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് മടുത്തു പോകുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ ഇനി മതിയെന്ന് പറയുമ്പോൾ ഞാനങ്ങ് നിർത്തിക്കോളാം, പ്രശ്നമോ. പക്ഷേ ഞാൻ ഓർക്കുന്ന ഓർഡർ അനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കത്തുള്ളൂ. അത് അനേക സ്ഥലങ്ങളിൽ ഈ ക്ലാസ്സുകൾ എടുത്ത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അനേകർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്ലാസ് മുഖാന്തരം അനേകർ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനേക ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ഈ ക്ലാസ്സാണ് അതിന് മുഖാന്തരമായി തീർന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ഓരോ ഭാഗങ്ങളും അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ തക്കണം സാധിക്കത്തുള്ളൂ. വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. നീ കണ്ടെന്നുള്ള വിഷയമാണ് 1-ാം അധ്യായം. അത് പ്രത്യേകിച്ച് 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമാണ്, ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവം തന്റെ ദാസന്മാരെ തന്റെ ഹൃദയത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു.
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാന്റെ വെളിപ്പാടാണ്. അല്ല, ഇത് യേശു ക്രിസ്തുവിനുണ്ടായ വെളിപ്പാടാണ്. പിതാവായ ദൈവമാണ് ഇതിന്റെ ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥൻ. അത് ദൈവം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നത്. കാരണം കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. കർത്താവ് പറഞ്ഞു, പിതാവ് തന്റെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യം പിതാവല്ലാതെ ദൂതന്മാരോ പുത്രനോ ഇവരാരും അറിഞ്ഞിട്ടില്ല. പുത്രൻ അറിയാറുണ്ടെങ്കിൽ നമ്മളോടങ്ങ് പറഞ്ഞേനെ, കർത്താവ് എന്നിന്റെ വരവ് എപ്പോഴാന്ന് ചോദിച്ചാൽ ഉടനെ പറഞ്ഞേനെ, ഇത്രാം ആണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ കടന്നു വരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതേ ജനത്തിന് അതുവരെ ഒരു ഒരുക്കവും ഇല്ലാതെ അവരുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് ആ ലാസ്റ്റ് സമയം വരുമ്പം കർത്താവ് എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി ആ നിലയിൽ വന്നേനെ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നനയാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നോട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെ ഏൽപ്പിച്ച മിഷൻ വർക്ക് ചെയ്ത് ഒരു ദൗത്യം നിറവേറ്റാനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ ദൗത്യം നിറവേറ്റിട്ട്, കാരണം ശാന്തിയാസ്തിരോട് പറഞ്ഞു, ആ ശിഷ്യന്മാർ ആഹാരം കൊണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, ഗുരു ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. കർത്താവിനെ അയച്ചതിനൊരു ഉദ്ദേശമുണ്ട്, ആ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പറവയിലെ കുരുടൻ സൗഖ്യമായപ്പോൾ അവർ ചോദിച്ചു, ഇവന്റെ അപ്പൻ നിമിത്തമാണോ ഇവന്റെ അമ്മ നിമിത്തമാണോ ഇവനിങ്ങനെ സംഭവിച്ചത്? യേശു പറഞ്ഞു, അവന്റെ അപ്പന്മാർ നിമിത്തമല്ല, ദൈവനാമം ഇതിന്റെ മധ്യേ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാതെ വരുന്ന ഒരു രാത്രി വരുന്നു. അതുകൊണ്ട് ആ സമയത്തിനെ കുറിച്ച് കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവന്റെ വേല ദഹിക്കുന്നതാണ് എൻ്റെ ആഹാരം. പകലുള്ളിടത്തോളം, അവിടെ പറഞ്ഞ മറുപടി, പകലുള്ളിടത്തോളം എൻ്റെ പ്രവൃത്തി ഞാൻ തികയ്ക്കേണ്ടതല്ലയോ? അപ്പൊ യേശു വന്ന കാര്യം എല്ലാം തികച്ചിട്ട് പിതാവിന്റെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം പുത്രന് കൊടുത്തു. അതാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ പിതാവ് സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് പുത്രന് കൊടുത്തു. പുത്രൻ ഒരു ദൂതനെ ഏൽപ്പിച്ചു. ദൂതൻ അത് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അടയാളത്താൽ കാണിച്ചു കൊടുത്തു. അടയാള സഹിതമാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇവിടെ വായിച്ചത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മൾ ഒന്നിന്റെ വാക്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. യെരമ്യാ പ്രവചനം എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. വായിക്കേണ്ട ചില വാക്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവർ കൊടുത്തിട്ടുണ്ട്. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തും. യെരമ്യാ പ്രവചനം 33-6 വായിക്കുമ്പോൾ സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തും. 3-ാമത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എഴുതിയെടുക്കുന്നവർക്ക് എടുക്കാം. ദാനിയേൽ 2:22 അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നുള്ള വിഷയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അതെ, അവൻ ഇരുട്ടിലുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. സമയം കൂടെ അതെ റസമേ, സമയം കൂടെ ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നാ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയമുണ്ട്. ഞാൻ വാക്യങ്ങള് നമ്മുടെ ഏഞ്ചൽ മോക്കും സിസ്റ്റർ റോസമയ്ക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർ വായിച്ച് സഹായിക്കും. അടുത്ത വിഷയം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 29:28. ഈ വെളിപ്പാട് തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അനുസരിച്ച് നടക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അനുസരിച്ച് നടക്കണം, അതിനുവേണ്ടിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് ആത്മാവിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിൽ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ ഇത് യേശു ക്രിസ്തുവിനാൽ വെളിപ്പെടുത്തുന്നു. ഞാൻ കൃപാവരങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രവചനം, കൃപാവരങ്ങൾ ഒന്നും നമ്മുടെ സഭയിൽ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്നത്. കൃപാവരങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കൂടുതൽ സഹകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിന്റെ സഭയിൽ കൃപാവരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം കൃപാവരമല്ല, അതൊരു പ്രവചന ഗ്രന്ഥമാണ്. യെശയ്യാ, യെരമ്യാ, ദാനിയേൽ ഇതുപോലുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ പോലെ പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ്. ആ കൃപാവരങ്ങളെ കുറിച്ച് ഒരു ചെറിയ പഠനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രവചനത്തിന്റെ എന്നുള്ള ആ വിഷയത്തോടെ ബന്ധത്തിൽ
കൃപാവരങ്ങളെ കുറിച്ച് ഒരല്പകാര്യം ഞാൻ അത് പറയുന്ന ദൈവമക്കളെ, കൃപാവരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, പ്രവചനത്തിന് വലിയ സ്ഥാനമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കാര്യത്തിൽ നമ്മൾ വളരെ ഉത്സുകരായിരിക്കണം. വിധിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാണ്, ഇത് വേഗത്തിൽ സംഭവിപ്പാനുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല. ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് വേഗത്തിലാണ്. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലിരിക്കും. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. തന്റെ ദാസന്മാർ, എനിക്ക് ആ വാക്യത്തിൽ വലിയ സന്തോഷമുണ്ട്. തന്റെ ദാസന്മാർ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് നമ്മൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാചകമാണെന്ന് അറിയാമോ? എന്താണെന്നറിയാമോ? എന്റെ ദാസനായ കാലേബോ. അത് പറയുന്നതിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എന്റെ ദാസനായ കാലേബോ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്, തൊട്ടുവിടുകയാണ്, അല്ലെങ്കിൽ വെളിപ്പാട് ദിവസം തീരത്തില്ല. എന്റെ ദാസനായ കാലേബോ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ഗരാറിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അവിടെ തന്റെ ജീവിതത്തിൽ അല്പം പ്രശ്നമുണ്ടായി. താൻ ചില കിണറൊക്കെ കുടിച്ചു. അത് അവർ വന്ന് മൂടിക്കളഞ്ഞു. എന്നാൽ ആ ഇസഹാക്കിന്റെ ഭാര്യ റിബേക്ക വലിയ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് ആ നാട്ടുകാരോടൊക്കെ ഇസഹാക്ക് പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ് ഭാര്യ എന്ന് പറഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം അബീമേലെക്ക് നോക്കുന്ന സമയത്ത് തന്റെ ഭാര്യയായിട്ട് വിനോദിക്കുന്നത് കണ്ടു. ഇസഹാക്കിനെ വിളിച്ചു, നീ എന്നോട് കള്ളം എന്താണ് പറഞ്ഞത്? നീ നിന്റെ ഭാര്യയായിട്ട് വിനോദിക്കുന്നത് കണ്ടല്ലോ. പറഞ്ഞു, ഞാൻ എന്റെ ഭയപ്പെട്ടു പോയി, നിങ്ങൾ എന്റെ അതേ ഭാര്യ ഉപദ്രവിക്കുന്നു വിചാരിച്ചാണ് സഹോദരി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ നീ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? അതേ, നിന്റെ ഭാര്യയെ മറ്റുള്ളവർ ഉപദ്രവിപ്പാൻ ഇടവരുമായിരുന്നു. എന്നിട്ട് അബീമേലെക്ക് പറഞ്ഞ വാചകം എന്താറിയാമോ? ഇസഹാക്കിനെയും കുടുംബത്തെയും ആരെങ്കിലും ദോഷം ചെയ്താൽ അവൻ ശിക്ഷ അനുഭവിക്കുന്നു പറഞ്ഞൊരു ഓർഡർ കൊടുത്തു. ആ 26-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, എന്റെ ദാസനായ അബ്രഹാമിന്റെ, ഇസഹാക്കിനോട് പറയാം, അബീമേലെക്കിനോട് പറയാം, എന്റെ ദാസനായ അബ്രഹാമിന്റെ. അപ്പൊ അബ്രഹാം ദൈവത്തിന്റെ ഒരു ദാസനായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഗ്രീക്ക് വാക്കൊന്നും അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഇതിനകത്തൊന്ന് പറഞ്ഞോട്ടെ, ഡൂലോസ് എന്നുള്ള പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിമയെന്നാണ്. കാരണം എബ്രായ ഗ്രീക്ക് പറഞ്ഞാൽ എനിക്ക് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷ ഒന്നും അറിയത്തില്ല. എന്നാൽ ചിലതൊക്കെ പഠിച്ചു വെച്ചങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. മത്തായി സുവിശേഷം അവൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുന്നു. മർക്കോസ് യേശുക്രിസ്തു ദാസനാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ദാസനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. മനുഷ്യ വേഷമെടുത്തു. അമേരിക്കയിൽ നിന്ന് ഒരു മദാമ ചൈനയെ കടന്നുപോയി. ചൈനയെ കടന്നുപോയിട്ട് അവിടുത്തെ സുവിശേഷവരയ്ക്ക് വേണ്ടി കടന്നുപോയതാണ്. അവിടെ ചെന്ന് അവിടുത്തെ വേഷമൊക്കെ ധരിച്ച് അവിടുത്തെ ഭക്ഷണവും അവരുടെ ഭക്ഷണത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം കഴിച്ച് അവർ ഒരാളിനെ പോലായി ഈ മദാമ, ഈ പെൺകുട്ടി. അപ്പൊ കണ്ടത് ചൈനക്കാർത്തി എന്ന് പറയും. ഇങ്ങനെ ഒരു വേഷത്തെ ഈ ഫോട്ടോ എടുത്ത് തന്റെ അപ്പനും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ആദ്യം തിരിച്ചറിയാൻ അല്പം വിഷമം. പിന്നെ നോക്കിയപ്പോ തന്റെ മകളായിരിക്കുന്നത്. നോക്കണമേ, ഒരു അമേരിക്കക്കാരത്തി ചൈനക്കാരുടെ വേഷം ധരിച്ചപ്പോൾ അവർക്ക് ഇത്രയും വലിയ അത്ഭുതം ഉണ്ടായെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നവൻ, പിതാവിന്റെ മടിയിലിരുന്നവൻ, ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യന്റെ വേഷമെടുത്ത് ദാസനായി ഈ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തേണ്ട വിഷയമല്ലയോ? അത് വലിയൊരു മർമ്മമാണ്. ദൈവം മനുഷ്യ വേഷമെടുത്തു എന്നുള്ളത് വലിയൊരു മർമ്മമാണ്. ദാസനായി മനുഷ്യനായി ഇവിടെ കടന്നു വന്നത്. അതേപോലെ ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ 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 കൃപയേ. നമ്മളിതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിന്റെ മർമ്മം ഇപ്പോഴും വലുതായിട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ദാസനായി
ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 44-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ ദാസനായ യാക്കോബ്, എന്റെ ദാസൻ. അതുപോലെ തന്നെ 45-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കോരേശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ ദാസനായ കോരേശ്. ഒരു ജാതീയ രാജാവിനെ കുറിച്ച് പറയാം. അവനെന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. ഞാൻ അവന് മുൻപായി താമ്രക്കഥകളെ തുറന്നിടും, വാതിലൊക്കെ തുറന്നിടുന്നതിന് ഞാൻ അവനെ സഹായിക്കും. ആ ഇരുമ്പോടാമ്പുകളെ ഞാൻ തകർക്കും. കോരേശന്റെ ഇടയൻ എന്റെ ദാസൻ. കർത്താവ് ഒരു ജാതീയ രാജാവിനെ കൊണ്ട് കരങ്ങളെടുത്ത് ഉപയോഗിച്ച് ദാസനാക്കി നിർത്തി കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 144-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ അതേ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ ദാസൻ. ദൈവത്തിന്റെ ദാസൻ. നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണെന്നുള്ളത് ദാസന്മാർ. ആ നിലയിൽ നമ്മൾ ഈ ഉദയനമൊക്കെ വായിക്കുമ്പോൾ സഹോദരന്മാരേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് വിചാരിച്ചാൽ അതിന്റെ സഹോദരിമാരില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. അവരെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് സഹോദരന്മാരെ. ലേഖനത്തിലെല്ലാം അങ്ങനെയാണ് കാണുന്നത്. സഹോദരിമാരെ നല്ല വിളിക്കുന്നത്, സഹോദരന്മാരെ. അതിന്റെ അകത്ത് സഹോദരിമാരും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. പുരുഷത്വം കാണിപ്പി എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ല സ്ത്രീത്വം കാണിക്കുന്നല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് പുരുഷത്വം കാണിപ്പി. അതുകൊണ്ട് സ്ത്രീകളാണെങ്കിലും പുരുഷത്വം കാണിക്കണം. അതാണ് അങ്ങനെ ആ നിലയിലാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പോക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോശുവ 24:29 യോശുവയെ കുറിച്ച് എന്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 2 രാജാക്കന്മാർ 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം അതേ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിനെ എന്റെ ദാസനായ ഇയ്യോബ്. ദൈവത്തിന്റെ വാക്ക് കേട്ടോ, എന്റെ അഭിമാനത്തോടെ വായിക്കുന്നത് എന്റെ ദാസനായ ഇയ്യോബ്. അതിന്റെ 42-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എലിഫസ് പിന്നെ 9 സ്നേഹിതന്മാരോട് ദൈവം കോപിച്ചിട്ട് പറഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ ഭീതമായി സംസാരിച്ചു. എനിക്കിഷ്ടമില്ലാത്ത കാര്യം അവനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ സംസാരിച്ച പോലെ ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ നോക്കണമേ, ദൈവം തന്റെ ദാസന്മാരെ കുറിച്ച് മറ്റുള്ളവര് അനാവശ്യങ്ങൾ പറയുമ്പോൾ ദൈവം അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തക്ക സമയത്ത് വരുമ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്റെ ദാസനായ ഇയ്യോബ്, യാക്കോബ്, യൂദ ഇവരൊക്കെ യേശുവിന്റെ സഹോദരന്മാരായിരുന്നല്ലോ. അവർ ലേഖനം എഴുതിയപ്പോൾ നിങ്ങൾ യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്ക്, യേശു ക്രിസ്തുവിന്റെ ദാസനും. യൂദായുടെ ലേഖനം വായിച്ചു നോക്ക്, യേശുവിന്റെ സഹോദരനാ. അതെ, യേശു ക്രിസ്തുവിന്റെ ദാസനും നിങ്ങളുടെ സഹോദരനുമായ. അപ്പൊ അവരൊക്കെ ദാസന്മാരെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്ന വിഷയമല്ല. അപ്പൊ നമ്മളെ ദൈവദാസന്മാരാക്കി അതിനെക്കുറിച്ച് കുറെ വിശദീകരണമുണ്ട്. പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല. ദാസൻ, ദൈവത്തെ പഴയ നിയമകാലത്ത് ഒരു അടിമയെ പിടിച്ചോണ്ട് വന്ന് 6 വർഷം അവർക്ക് അടിമയായിരുന്നാൽ 7-ാം മാസം പിന്നെ സ്വതന്ത്രനായിട്ട് പോകാം. അവന് സ്വതന്ത്രനായിട്ട് പോകാൻ മനസ്സില്ലെന്ന് പറഞ്ഞാൽ ആ യജമാൻ എന്ത് ചെയ്യുന്നറിയാമോ, അവനെ കട്ടളപ്പടി അരിക്കെ കൊണ്ടുപോയി അവന്റെ കാത് കിഴിക്കുന്ന ഒരു പതിവായിട്ടുണ്ടായിരുന്നു. ആ പാട് കാണുമ്പോൾ ഇവനെന്നും ഒരു ദാസനാണെന്നുള്ള ഓർമ്മ വരും. ദാസൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ ശരീരത്തിൽ ചൂടടയാളം കേട്ടോ, ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും ദൈവത്തിന്റെ ദാസൻ എന്ന് പറയാൻ തക്കണം അവർക്കൊരു മടിയില്ലായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഓരോ വിഷയം തൊട്ട് പോവുകയാണ്. വേഗത്തിൽ സംഭവിപ്പാണുള്ളത്. ഈ സംഭവം വേഗത്തിൽ സംഭവിപ്പാണുള്ളത്. നമ്മളിങ്ങനെ വായിക്കുന്നു, മത്തായി സുവിശേഷത്തിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടാത് ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം അന്നുണ്ടാകും. അപ്പൊ വേഗത്തിൽ സംഭവിപ്പാണുള്ളത്. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് എന്തെല്ലാം ദൈവം കാണിക്കുന്നു. 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ രക്ഷയെ. 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ചില കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു പോവുകയാണ്. 92-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ നീതികേടില്ല എന്ന് കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്തെല്ലാം കാണിക്കുന്നു? വേഗത്തിൽ സംഭവിക്കാനുള്ളത് കാണിക്കുന്നു, ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുന്നു, നീതികേടില്ല എന്ന് കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വൻ പ്രവൃത്തികൾ കാണിക്കും, വൻ പ്രവൃത്തികൾ കാണിക്കും. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യാക്കോബ് 2:18 നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയോട് കാണിക്കണം, കാണിക്കുക.
ഇവിടെ വായിക്കുന്നത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം എന്തെല്ലാം കൊടുക്കുന്നു? ഒന്ന്, വെളിപ്പാട് പുസ്തകം കൊടുത്തു. എന്തെല്ലാം കൊടുത്തു? നിങ്ങൾ അടുക്കാട്ട് ചിന്തിക്കുക. എന്തെല്ലാം കൊടുക്കുന്നു? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് വെളിപ്പാട് പുസ്തകം കൊടുത്തു. അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. പുത്രൻ ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്തു. എന്തെല്ലാം കൊടുക്കുന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ, അതിന്റെ ശരിയാത്ര കൊടുക്കുവാൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. പുത്രനെ കൊടുത്തു. ദൈവം കൊടുത്ത ഒരു കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. തന്റെ പുത്രനെ കൊടുത്തു. രണ്ടാമത് ചെയ്തെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നമുക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നു. മൂന്നാമത്തെ വിഷയം ലൂക്കോസ് 11:13 പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. അഞ്ചാമത് ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്നു. ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്നു. 112-ാം സംഖ്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ 112:9 അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ദൈവം കൊടുക്കുന്ന എന്തെല്ലാം കാര്യമുണ്ട്. പുത്രനെ കൊടുത്തു, നമുക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു, പിന്നെ അതുപോലെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു, പിന്നെ ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുത്തു, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, ഇപ്പോൾ വെളിപ്പാട് പുസ്തകവും കൊടുത്തു. ദൈവം തന്റെ ഹൃദയത്തെ സൂക്ഷിച്ചിരുന്ന വിഷയമാണ്. അത് നമുക്ക് കൊടുത്തു. അത് തന്റെ ദൂതൻ മുഖാന്തരം, അവിടാണ് ഇനി നമുക്ക് അല്പസമയം നിൽക്കേണ്ടതായിട്ടുള്ളത്. അവൻ തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആ ദൂതൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് അല്പസമയം നിൽക്കാം. ചില ഭാഗങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ച് നമ്മുടെ ഏഞ്ചൽ മോളും അതുപോലെ നമ്മുടെ റോസമിസ്റ്റും വായിച്ച് നമ്മളെ സഹായിക്കും. ദൂതൻ മുഖാന്തരം ബൈബിളിൽ ദൂതൻ എന്നുള്ള പേര് 3 കൂട്ടർ കൊടുത്തിട്ടുണ്ട്. ദൂതൻ അതൊന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ദൂതൻ, യഹോവ പഴയ നിമിത്തത്തിൽ ദൂതനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും വായിച്ചോട്ടെ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയുടെ നീരുറവിന്റെ അരികെ ശൂരന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വച്ച് തന്നെ അവളെ കണ്ടു. 13-ാമത്തെ വാക്യം. എന്നാൽ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. മക്കളെ, ഇവിടെ ദൂതൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ദൈവത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആഗാർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാ. നിങ്ങൾ അടുക്കാട്ട് പറഞ്ഞേ, ചിന്തിച്ചു പറഞ്ഞേ. ആഗാർ യജമാനത്തി അവളോട് നിന്നയായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോയി. പൈതലിനെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. കാരണം ഈ യജമാനത്തിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇസ്മായിൽ ഉണ്ടായത്. എന്നാൽ ഇസ്മായിൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാഗാറിന്റെ വിധം മാറി വീട്ടിലാകെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സാറ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ നിന്ദിക്കാൻ തുടങ്ങി, അവളോട് പോരാട്ടം തുടങ്ങി. ഉടനെ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അത് ഓടിപ്പോയപ്പോൾ പതി വെച്ച് ദൂതൻ കണ്ടു. ഹാഗാർ നീ അങ്ങോട്ട് പോവാ. ഒരു ദൂതനാവെന്ന് പറയുന്നേ. ഹാഗാർ നീ അങ്ങോട്ട് പോകുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ യജമാനത്തെ ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. നീ നിന്റെ യജമാനത്തെ ഒരിക്കൽ പോയി കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. നിനക്ക് തന്ന സന്തതിയെയും ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്നിട്ട് അവൾ വായിക്കുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ 13-ാം വാക്യം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുണ്ടോ എന്ന് അവൾ യഹോവയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ ദൂതൻ എന്ന് പറയുന്നത് യഹോവയായിരുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിച്ചു പോകണം. പുറത്ത് പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കേ. 6:3. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആകാശം ഭൂമിയും ദൈവം സൃഷ്ടിച്ചു.
ദൈവം നല്ലതെന്ന് കണ്ടു. 1-ാം അധ്യായത്തിൽ മുഴുവൻ ദൈവം ദൈവം ഉപയോഗിച്ചു. ദൈവം നല്ലതെന്ന് കണ്ടു. 6 ദിവസം സൃഷ്ടിപ്പും ദൈവം നല്ലതെന്ന് കണ്ടു. അതിൽ 2-ാം ദിവസം ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ അവിടെ മാത്രം നല്ലതെന്ന് കണ്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ 31-ാമത്തെ വാക്യത്തിൽ താൻ സൃഷ്ടിച്ചതൊക്കെ ഏറ്റവും നല്ലതെന്ന് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. സൃഷ്ടിച്ചതെല്ലാം ഏറ്റവും നല്ലതെന്ന് കണ്ടു. അപ്പൊ 2-ാമത്തെ ആ സൃഷ്ടിപ്പില് യഹോവ നല്ലതെന്ന് കാണാതെ കണ്ടു എന്ന് എഴുതാത്തോണ്ട് അതെന്താന്ന് പറഞ്ഞ് വലിയ ചർച്ചാ വിഷയമുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ സംശയം തീർത്താണ് എന്റെ നിഘണ്ടല്ല എന്റെ കമന്ററി ഞാൻ എഴുതിയിരിക്കുന്നു. അപ്പം അത് അവര് പറയുന്നത് നല്ലതെന്ന് കാണാഞ്ഞുകൊണ്ട് സാത്താൻ്റെ ആകാശത്തിൽ കൂടെ വിഹരിച്ച് നടക്കുന്നതുകൊണ്ടാണ് നല്ലതെന്ന് കാണാഞ്ഞെന്ന. എന്നാൽ 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നു, യഹോവ സൃഷ്ടിച്ചതെല്ലാം ഏറ്റവും നല്ലതെന്ന് കണ്ടു. അപ്പൊ ഈ 6 ദിവസം സൃഷ്ടിപ്പും യഹോവ നല്ലതെന്ന് കണ്ടു. അപ്പൊ ദൈവം നല്ലതെന്ന് കണ്ടു. എന്നാൽ 2-ാം അധ്യായം മുതൽ ദൈവത്തിന്റെ പേര് മാറി. നമ്മൾ ചിന്തിക്കണം, യഹോവയായ ദൈവമായി. യഹോവയായ ദൈവം 1-ാം അധ്യായത്തിൽ മുഴുവൻ ദൈവം, 2-ാം അധ്യായം മുതൽ യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ ആ യഹോവ എന്നുള്ള പേര് സ്കരിക്കാൻ കാരണം ദൈവം വീണ്ടെടുപ്പുകാരനായി. യഹോവ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയംഭൂ എന്നാണ്, താനായി തന്നെ ജീവിക്കുന്നവൻ. ദൈവം വീണ്ടെടുപ്പുകാരനായി. നോക്കണമേ, 2-ാം അധ്യായം മുഴുവൻ യഹോവയായ ദൈവം യഹോവ എന്നുള്ള പേരിനാലാണ് അറിയപ്പെടുന്നത്. പഴയ നിമിത്തിൽ യഹോവ എന്ന പേരിനാൽ അറിയപ്പെടുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് 44-ാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പഴയ നിമിത്തിൽ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പുതിയ നിമിത്തം എബ്രായ 1-ാം അധ്യായം വരുമ്പോൾ ആ യഹോവ യേശു ക്രിസ്തു ആയിരുന്നു. യേശു ക്രിസ്തു പഴയ നിമിത്തിൽ യഹോവ എന്ന പേരിനാൽ അറിയപ്പെടുന്ന നമ്മുടെ ദൈവത്തെ യേശു ക്രിസ്തു എന്നുള്ള അത് യേശു ക്രിസ്തു ആണ് എബ്രായ 1-ാം അധ്യായം വായിക്കുമ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം മോശയോട് പറയാണ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷമായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. നോക്കണമേ, അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, യഹോവ ആയി സംസാരിച്ചിട്ടുണ്ട്, അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മിസ്രയീമിൽ ഇസ്രായേലിനെ അടിമത്തിൽ കിടക്കുമ്പോൾ മോശയോട് പറയാണ്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ യഹോവ എന്ന പേരിൽ ഞാൻ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഇതുവരെയും തുടങ്ങിയില്ല. അത് മിസ്രയീമിൽ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഉദ്ധരിക്കും, ഞാൻ രക്ഷിക്കും, ഞാൻ വിടുവിക്കും. നിങ്ങൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഞാൻ വിടുവിക്കും, ഞാൻ വീണ്ടെടുക്കും, ഞാൻ രക്ഷിക്കും. വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി മിസ്രയീമിൽ ആരംഭിക്കുന്ന ആ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് യഹോവ വീണ്ടെടുപ്പുകാരനായി അത് ജനത്തെ വിടുവിക്കാൻ തുടങ്ങിയത്. ആ വീണ്ടെടുപ്പുകാരനാണ് കാലസമ്പൂർണ്ണം വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് കാൽവറി നമുക്ക് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി കാൽവറി കുറിച്ച് മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പഴയ നിമിത്തിൽ ക്രിസ്തു എന്നുള്ള നിലയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാം ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടാണ് ആ ഭാഗം. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ 3 നിലയിൽ ഉൽപ്പത്തിയിൽ ആരംഭിച്ചിട്ട് വീണ്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഒന്നായി ചേർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ തന്റെ ദൂതൻ മുഖാന്തരം. അപ്പൊ പഴയ നിമിത്തത്തിൽ യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 17-ാമത്തെ വാക്യം വായിച്ച്. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അടുത്ത വാക്യം വെച്ച്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. 19 വരെ വായിച്ച്. ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുടിപ്പിച്ചു. നോക്കണമേ, പഴയ നിമിത്തത്തിൽ അവിടെ വായിക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ അത് ദൂതനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. യഹോവ ദൂതനായി പഴയ നിമിത്തത്തിൽ പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ ആ ദൂതൻ നമ്മുടെ യഹോവയായിരുന്നു. ഇനി മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ ഉൽപ്പത്തി 22-ന്റെ 11-ലും അബ്രഹാമേ ബാലിന്റെ മേൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ദൂതൻ അത് യഹോവയായിരുന്നു.
31 അധ്യായം 11-12 വാക്യത്തിൽ യാക്കോബിന് ദൂതനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3 അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെയും യഹോവ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതനായിട്ടായിരുന്നു. ദൂതൻ. മലാക്കി പ്രവചനം 3:1 വായിക്കാം. മലാക്കി 3:1 വായിച്ചേ. എനിക്ക് മുൻപായി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. രണ്ട് ദൂതന്മാർ. എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ട ഒരു ദൂതൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കർത്താവ് നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് പോകും. വഴിനിർത്ത ദൂതൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. നിയമദൂതൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇത്ര ഓർക്കണം, പഴയ നിയമത്തിൽ യഹോവയെ ദൂതനായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം 22 വാക്യം വായിക്കുമ്പോൾ അവിടെ ഗിദെയോന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വായിക്കും. അത് ദൈവമായിരുന്നു. യഹോവയുടെ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, പക്ഷെങ്കിൽ അത് യഹോവയായിരുന്നു. അതുപോലെ 6 അധ്യായം 12-14 വാക്യം വായിക്കുമ്പോൾ യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ടു. പഴയ നിയമത്തിൽ യഹോവ ദൂതനായി തന്റെ ജനത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം മമ്മറയുടെ തോപ്പിലിരിക്കുമ്പോൾ 3 പുരുഷന്മാർ തന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ കടന്നുപോയി. അവിടെ അതേ ഒരു പുരുഷനായി അവിടെ യഹോവ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരാൾ, അവിടെ പ്രത്യക്ഷ പുരുഷന്മാരിൽ ഒരാൾ ദൈവമായിരുന്നു. കാരണം 2 ദൂതന്മാർ സോദോം ഗൊമോറയിലേക്ക് പോയി. ഒരു പുരുഷൻ തിരിഞ്ഞു നിന്ന, ആ തിരിഞ്ഞു നിന്നത് യഹോവയായിരുന്നു, ദൈവമായിരുന്നു. അപ്പൊ പഴയ നിയമകാലത്ത് യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയും ദൈവം തന്റെ ദാസന്മാരെ നമ്മളെയും ദൂതനായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ തക്ക സമയമില്ലല്ലോ. നമ്മളെയും ദൂതനായിട്ട് മലാക്കി പ്രവചനം 3:1 നമ്മളിപ്പോൾ വായിച്ചു. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കും. അപ്പം വഴി നിരത്തുന്ന ദൂതൻ യോഹന്നാൻ സ്നാപകനെ ദൂതനായിട്ട് വിളിച്ചിരിക്കുന്നു. 103 സങ്കീർത്തനം 20 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരതുപോലെ യഹോവയെ വാഴ്ത്തി. അപ്പൊ പാസ്റ്റർമാർക്ക് മാത്രമല്ല ഈ ദൂതൻ എന്ന് വിളിച്ചിരിക്കുന്നത്, വിശ്വാസികളെല്ലാം ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടിപ്പം പാസ്റ്റർമാർക്കാണല്ലോ പേര് കൊടുത്ത് പറഞ്ഞ ചിലരുടെ മുഖമൊക്കെ വാടിയിരിക്കുകയാണ്. അല്ല സഹോദരന്മാരെ, നിങ്ങളെല്ലാം വീരന്മാരും ദൂതന്മാരുമാണ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമ്മളെല്ലാം വീരന്മാരാണ്. നമ്മളെ ആൾക്കാർക്ക് ചിലരൊക്കെ വർത്താനം കേട്ടാലേ, നാളൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു സഹോദരിയായിട്ട് വഴക്കൊടിച്ചിട്ട് പറയുക, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ഒരുത്തിയെ പേടിക്കരുത്, സാക്ഷി പറഞ്ഞതാ. അപ്പൊ എന്തൊരു വീരത്താണെന്നറിയാമോ ദൈവത്തിന് സ്തോത്രം. ഞാൻ ജഗദത്പൂര് മധ്യപ്രദേശ് അവിടെ ശുശ്രൂഷയോട്ടിരിക്കുമ്പോൾ 2 സഹോദരിമാർ തമ്മിൽ ഭയങ്കര മഴക്കുണ്ടായി. നമുക്ക് അടുക്കാൻ ഒക്കത്തില്ല. ഏറ്റ നമ്മുടെ സഹോദരി വേറൊരു സമുദായക്കാർ സഹോദരിയായിട്ടാണ് വഴക്കൊടിച്ചത്. ആ സഹോദരി വന്ന് പാട്ട് പാടുക, പോരിൽ ഞാൻ തളർന്നു വീണു പോകായി വാൾ. ഇത് കണ്ടോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായി വാ. എന്തോ പറയാനത് മക്കളെ സഹിച്ചല്ല ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് വീരത്വം കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനത്താണ്. ആ വീരത്വമല്ല, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും. അപ്പോൾ വിശ്വാസികളെയും ദൈവദാസന്മാരെയും ദൂതനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ വെളിപ്പാട് 1 അധ്യായം 16 വാക്യത്തില് വാക്യം പറഞ്ഞുകൊണ്ട് 1 അധ്യായം 16 വാക്യത്തിൽ അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അതിന്റെ വ്യാഖ്യാനം 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവന്റെ വലങ്കയിൽ ഇരിക്കുന്ന 7 നക്ഷത്രം ദൈവത്തിന്റെ ദൂതന്മാരാകും. ആ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചാണ്. എന്താ ഈ ദാസന്മാർക്ക്? കാരണം എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ ദാസന്മാരെ എന്താ ഈ ദൂതൻ എന്ന് വിളിച്ചിരിക്കുന്നത്? അവർ ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് ആ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അത് ജനത്തിന് പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ദൂതൻ എന്ന് പേരിട്ടത്. ദൂതൻ എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, സ്മിർന സഭയുടെ ദൂതൻ എഴുതുക. അപ്പോൾ സഭയുടെ ശുശ്രൂഷ വഹിക്കുന്ന ദൈവദാസന്മാർ ദൂതന്മാരാണ്. അതിന്റെ തെളിവും വീണ്ടും ഞാൻ പറയാം. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ എപ്പപ്രാദിത്തോസിനെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ ദൂതനാകുന്നു, സഭയുടെ ദൂതനാകുന്നു. എപ്പപ്രാദിത്തോസ്, ഫിലിപ്പിയർ 2:25.
രണ്ട് എന്നാൽ എന്റെ കൊരിന്ത്യർ 8 സഹോദരനും വായിച്ചു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന്റെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. നോക്കാം, വളരെ നല്ലതായിട്ട് വായിച്ചു. ആ എപ്പഫ്രാസിസ് എന്നൊക്കെ പറയാൻ വലിയ വിഷമം. ചിലത്തെ ക്ലാസ് എടുക്കുമ്പം അയ്യോ എന്തൊക്കെയാ പറയുന്നത് അറിയാമോ? കാരണം ആ മോളത് എത്ര നന്നായിട്ട് സ്ഫുടമായിട്ട് വായിച്ചു. എപ്പഫ്രാസിത്തോസ് നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു നോക്കിയേ, പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, എപ്പഫ്രാസിത്തോസ് ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു. ആ എപ്പഫ്രാസിത്തോസിനെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ 2 കൊരിന്ത്യർ 8:23 നമ്മൾ വായിക്കുമ്പോൾ തീത്തോസിനെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. തീത്തോസ്. അപ്പൊ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഭയുടെ ദൂതന്മാരാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ദൂതൻ എന്നുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോയി. യഹോവയെ ദൂതനായിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ സഹോദരന്മാരെ, അതെ, ദൈവദാസന്മാരെ ദൂതനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത് സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാരുണ്ട്. മീഖായേൽ ഒരു ദൂതനാണ്, അത് ഗബ്രിയേൽ ഒരു ദൂതനാണ്. കത്തോലിക്കരൊക്കെ എന്താ 9 ദൂതന്മാരുടെ പേര് വരുന്നു, ഊറിയേൽ എന്നൊക്കെ പറഞ്ഞ് ദൂതന്മാരുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പല പേരുകളാൽ അവരറിയപ്പെടുന്നു. പക്ഷേ സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാരെ ദൂതന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗം ഒന്ന് തെളിയിച്ചിട്ട് നമുക്ക് വിഷയം മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:15. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിക്കണേ. ഇതെന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ എനിക്ക് അറിയാൻ മേല. പത്രോസ് ജയിലിൽ കിടക്കുക, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പൊ മർക്കോസിന്റെ അതേ ഭവനമാണ്, അതേ മറിയുടെ മകനാണ് ഈ മർക്കോസ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ മാളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ മറിയുടെ ഭവനം പ്രാർത്ഥനാലയമായി. അവരെല്ലാവരും ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും രാത്രി ദൈവത്തിന് ദൂതൻ കടന്നു വന്ന് പത്രോസിനെ വിടുവിച്ചു. അവൻ വെളിയിലിറങ്ങി. അവൻ നേരെ പോയത് അങ്ങോട്ടാണെന്നറിയാമോ? മറിയുടെ ഭവനത്തിലേക്ക്, പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക്. ആലപ്പുഴ ഒരു സഹോദരനെ, ഒരു അപ്പന്റെ മകനെ കാണാതായി. അപ്പോ എല്ലാരും കൂടെ തിരക്കി, പണ്ട് നടന്ന കാര്യമാണ്. തിരക്കിയപ്പോ അവർ കൂടി വന്നിട്ട് പറഞ്ഞു, എങ്ങും പോകണ്ട, സിനിമാ തിയേറ്ററിൽ പോകാൻ അവനെ കാണാമെന്ന് പറഞ്ഞു. ഇവർ നോക്കി ചെന്ന് അന്വേഷിച്ച് പിടിച്ചപ്പോ സിനിമാ തിയേറ്ററിൽ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മാധ്യമം. എന്നാൽ പത്രോസ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ നേരെ പോയത് അങ്ങോട്ടാണെന്നറിയാമോ? മറിയുടെ ഭവനത്തിലേക്കാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു. അവിടെ ചെന്ന് വാതുക്കം മുട്ടിയപ്പോൾ രോധ എന്ന് പറഞ്ഞ ഒറ്റ, അവളും ഒരു നല്ല മിടുക്കിയാണ്. അവളും അവളെ കഥ തുറക്കാൻ വന്നു. മറ്റവരെല്ലാം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കർത്താവെ വിടിവിക്കണമേ, പത്രോസിന്റെ ബന്ധനം അറക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാതുക്ക വന്ന് പത്രോസ് മുട്ടി. ഇവൾ ഓടിച്ചെന്ന് കഥ പറഞ്ഞില്ല. ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ പത്രോസ് ആകുന്നു. ഇവിടെ തുറന്നില്ല. ഇവൾ ഒറ്റ ചാത്തിന് ആ സന്തോഷം കൊണ്ട് കുതിച്ചിട്ട്, അപ്പൊ സഭയുടെ സെക്രട്ടറിയും മൂപ്പന്മാരും എല്ലാം അവിടെ ഇരിക്കുക. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ഇതാ പത്രോസ് വന്നിരിക്കുന്നു പറഞ്ഞു. ഉടനെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2 ദിവസം നിനക്ക് ഭ്രാന്താടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് പത്രോസിന്റെ വല്ല ദൂതനുമായിരിക്കും. നോക്കണേ, പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ട് വന്ന് മുന്നേ നിൽക്കും പറയാണ്, നിനക്ക് ഭ്രാന്ത, അത് പത്രോസിന്റെ ദൂതനായിരിക്കും. പത്രോസ് അല്ല. കാരണം പ്രാർത്ഥന ബന്ധനം ഇറക്കണമേ, വിടിവിക്കണമെന്നൊക്കെയാണ്. പക്ഷെ വിശ്വാസമില്ല. എന്താ പത്രോസിന്റെ ദൂതനാണെന്ന് പറയാനുള്ള കാരണം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വിഷയം മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യം വായിച്ചേ. മത്തായി 18 ആ ഭാഗം തെളിയിച്ചിട്ട് പോവാ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതൊന്നുകൂടെ വായിക്കണം, നെറ്റിന്റെ അതുകൊണ്ടായിരിക്കും. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ വളരെ നല്ല, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണും. അപ്പൊ ഈ ചെറിയവർ, നമ്മളെ ചെറിയവർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ തുച്ഛീകരിക്കരുത്. നമ്മൾ ഈ യോഗത്തിനൊക്കെ വരുമ്പോഴല്ലോ, ഈ തിരുവത്താഴം കഴിക്കാൻ നേരത്തെ ചിലരോട് പറഞ്ഞു വെക്കും. ഡൽഹിയിലൊക്കെ ഞാനിരിക്കുമ്പോഴേ നമുക്ക് 2 അടുത്തിരിക്കും, സ്നേഹചുംബനുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഒത്താണ് അവിടെ വന്ന് ലൈനായിരിക്കും. കാരണം പുറകെ ഇരിക്കുന്ന ചില കാർത്തും ഇവിടെ ചില വിഷമൊക്കെ ഉള്ള സഹോദരി ആയിരിക്കും. അപ്പൊ അതിനോട് അടുക്കാതിരിക്കാൻ എന്തൊക്കെ വന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ.
നമ്മുടെ ഇടയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, മാറിപ്പോയിട്ടില്ല. മാറ്റാൻ ഇച്ചിരി വിഷമാണ്. അത് ചില ഭവനത്തിൽ ചിലർ ഭക്ഷണം കഴിക്കില്ല. ഈ ആന്ധ്രയില് ഒരു പാസ്റ്ററും ഗസ്റ്റായിട്ട് വന്നൊരു പാസ്റ്ററും കൂടെ ഒരു വീട്ടിൽ നടന്ന സംഭവം കേട്ടോ. ഒരു വീട്ടില് പ്രാർത്ഥനയ്ക്ക് പോവാ. അപ്പൊ അവിടുത്തെ പാസ്റ്ററായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഗസ്റ്റിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇന്ന് അവർ ഭക്ഷണം ഒരുക്കും, അപ്പം ഉപവാസം എന്ന് പറഞ്ഞേക്കണം പറഞ്ഞു. ഇത് നടന്ന സംഭവം കേട്ടോ. അപ്പം ഈ ഗസ്റ്റായിട്ട് വന്ന ദൈവത്തിന്റെ ദാസൻ ഞാൻ അങ്ങനെ പറയാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ വലിയ ഗംഭീരമായിട്ട് നടന്നു. അപ്പൊ അവർ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ഒരുക്കി വെച്ചപ്പോഴത്തേക്ക് ഈ സഭാപാസ് പറഞ്ഞു കഴിക്കത്തില്ല, ഉപവാസം എന്ന് പറഞ്ഞു. ഗസ്റ്റായിട്ട് വന്ന പാസ് കഴിക്കുന്നുണ്ട്, പുള്ളിയും പറഞ്ഞു ഉപവാസം. അപ്പൊ അവര് നിർബന്ധിച്ച് പറഞ്ഞു മോരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സഭാഷ് മോരുണ്ട്, ഞാൻ ചാലും കഴിക്കാന്ന് പറഞ്ഞു. പുള്ളി അത് കഴിച്ചു. മറ്റേ പുള്ളി ഉണ്ടല്ലോ ഗസ്റ്റായിട്ട് വന്ന പുള്ളിക്കൊട്ട് കഴിക്കാനും പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ രണ്ടുകൂടെ ഭയങ്കര വഴക്കം ഇരുന്നു. കാരണം പുള്ളിയും വിശന്നിരിക്കുകയായിരുന്നു. എന്താ ചെയ്യാനാ? ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ചില ഭവനങ്ങളോട് തുച്ഛീകരണം കാണിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തരെ തുച്ഛീകരിക്കാതിരിക്കാൻ തക്കൊണ്ട് നോക്കൊള്ളുക. സ്വർഗസ്ഥനായ അവന്റെ ദൂതന്മാർ, ഏതാ ഈ ചെറിയവന്റെ ദൂതന്മാർ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം കാണുന്നു. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഏഞ്ചൽ മോള് ബാംഗ്ലൂരില്ല, അത് കർത്താവിന്റെ ഒരു പൈതലാണ്. ഏഞ്ചൽ മോളുടെ ചുറ്റും ഒന്നിലധികം ദൂതന്മാർ കാണുന്നുണ്ട്. ഒന്നിലധികം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ സൂക്ഷിക്കാൻ ഒന്നിലധികം ദൂതന്മാരെ അവിടെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ റോസമ്മ സിസ്റ്ററുടെ ചുറ്റും രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഒന്നിലധികം ദൂതന്മാരെ അന്നേരം പിടിച്ച് കാവലാക്കിയിരിക്കുക. ഈ അമേരിക്കൻ ഗവൺമെന്റിന് ഒരു പോലീസുകാരൻ എന്റെ മുന്നേ കൊണ്ടുവെക്കാൻ പറ്റുമോ? സാധിക്കത്തില്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റും സഹോദരിമാരെ, അമ്മമാരെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ ചുറ്റും ഒന്നിലധികം ദൂതന്മാരും. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഈ ചെറിയൊരു ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ തുച്ഛീകരിച്ചാൽ അവന്റെ ദൂതന്മാർ, അവന് കാവൽ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ദൂതന്മാരുണ്ടല്ലോ, അവന്റെ ദൂതന്മാർ എന്ന് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ എനിക്ക് കംപ്ലൈന്റ് ചെയ്യും. കർത്താവേ, നിന്റെ ഈ മകനെ മറ്റേ മകൻ തുച്ഛീകരിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം കാണും, കംപ്ലൈന്റ് അവിടെ ചെല്ലും. അത് വെച്ചാണ് ഈ പത്രോസ് വാതുക്ക വന്ന് മൂട്ടപ്പം പറയാണ്, അത് അവനല്ല, അവന്റെ ദൂതനായിരിക്കുമെന്ന്. നിനക്ക് ഭ്രാന്താണ്. ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാരെയും ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. മീകായേൽ, യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രധാന ദൂതനാകുന്ന മീകായേൽ. നമുക്ക് ഈ അവൻ തന്റെ ദൂതന്മാർ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. 1-ാം വാക്യം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്, സമയാകുന്നു. തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനമെന്ന്. യോഹന്നാൻ, ഈ ബൈബിളിൽ 3 യോഹന്നാന്മാരെ കുറിച്ച് പറയുന്നു. ഒന്ന് സ്നാപക യോഹന്നാൻ. ആ യോഹന്നാനെയും യോഹന്നാൻ എന്ന പേരിനാൽ അറിയപ്പെടുന്നു. വഴി നിരത്താൻ തക്കോണം കടന്നു വന്ന യോഹന്നാനാണ്. ദൈവത്തിന്റെ ദാനം എന്നാണ് യോഹന്നാൻ എന്നുള്ള പേരിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരിനാലാണ് അറിയപ്പെടുന്നത്. ഈ യോഹന്നാനെ കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ യോഹന്നാന്റെ സഹോദരന്റെ പേരായിരുന്നു യാക്കോബ്. ദൈവം അവരെ തെരഞ്ഞെടുത്തപ്പോൾ അവർക്ക് ഇടിമക്കൾ എന്ന് പേര് കൊടുത്തു. കർത്താവ് കൊടുത്ത പേരാ ഇടിമക്കൾ. ബോവർഗനോസ് എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്, ഇടിമക്കൾ. എന്നാൽ വലിയ ചൂടന്മാരാണ് ഈ യാക്കോബും യോഹന്നാനും. ഇവര് ദൈവത്തേക്ക് വന്നപ്പോഴത്തേക്ക് അന്ന് റോമൻ ഗവൺമെന്റ് യഹൂദന്മാരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഇടയിൽ വന്ന ഒരു തീവ്രവാദ സംഘടനയിൽപ്പെട്ട പ്രിയപ്പെട്ടവരായിരുന്നു ഈ യാക്കോബും യോഹന്നാനും. അവർ തീവ്രവാദികളായിരുന്നു. യേശുക്രിസ്തു ശമരിയ ചെന്നപ്പോഴേ നിങ്ങൾക്ക് അറിയാമോ, ശമരിയക്കാർ യേശുവിനെ സ്വീകരിച്ചില്ല. ഉടനെ ഇവർ പറഞ്ഞ വാചകം എന്തറിയാമോ? കർത്താവേ, ഏലിയാവ് ഇതുപോലെ ആകാശ തീ ഇറക്കി ഇവന്മാരെ അല്ലെങ്കിൽ ജയിച്ച. കാരണം ചൂടന്മാരാ, എവിടെ ചെന്നാലും വഴക്കയില്ലോ, ചെല്ലുന്നിട്ടെല്ലാം വഴക്ക് പിടിക്കുന്നവരാ, അടിപിടി കൂടുന്നവരായിരുന്നു. അവർക്ക് കർത്താവിനെ സ്വീകരിക്കാതെ വന്നപ്പോ പറയാണ്, ഏലിയാവ് ആകാശത്ത് തീ ഇറക്കി അതുപോലെ ശബരിയിലെ പട്ടണത്തെ മൊത്തം തീ ഉണങ്ങി ജയിപ്പിക്കാൻ. കർത്താവ് കൊടുത്ത വാചകം എന്താണെന്നറിയോ? മറുപടി, നിങ്ങളുടെ ആത്മാവ് എവിടുന്നാ? ഇത് ഏത് ആത്മാവിനല്ല നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ അത്രയ്ക്ക് ചൂടന്മാരായിരുന്നു യാക്കോബും യോഹന്നാനും. അവരുടെ അമ്മയുടെ പേര് ശലോമി, അപ്പന്റെ പേര് സബദി. കേട്ടോ, ആ സബദി മക്കള്
ഉണ്ണുണ്ണി സാറിന്റെ കെ എബ്രഹാം സാറിന്റെ എനിക്ക് ചെന്ന് ഒരു പാസ്റ്റർ പറഞ്ഞു, ബൈബിളിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ പറയാമെന്ന്. ഏത് ചോദ്യം? ഉണ്ണുണ്ണി സാറിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കെ എബ്രഹാം സാറിനൊക്കെ. അപ്പം ഉണ്ണുണ്ണി സാറിന് ഭയങ്കര ജ്ഞാനി, ദൈവകൃപയുള്ളവരാ. ഒരു പാസ്റ്റർ എന്ന് പറയാം, അപ്പച്ചൻ ഏത് ചോദ്യം ചോദിച്ചോ ഞാൻ ഉത്തരം പറയാമെന്ന്. ഉടനെ അപ്പച്ചൻ ചോദിച്ചു, സബതി മക്കളുടെ അപ്പന്റെ പേരെന്നാന്ന് ചോദിച്ചു. പുള്ളിക്ക് അറിയാൻ പറ്റാം. ചോദ്യം നമുക്കാണെങ്കിൽ കോരപുത്രന്മാരുടെ അപ്പന്റെ പേര് അറിയാം. അപ്പൊ സബതി മക്കളുടെ അപ്പന്റെ പേരെന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല. സബതി മക്കളുടെ അപ്പന്റെ പേരെന്ന് സബതി. പുള്ളിക്കാരൻ അവിടെ കുഴഞ്ഞു പോയി. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യത്തെ ചെയ്യാമോ? അമ്മയുടെ പേര് ശലോമി. ഈ അമ്മയാണ് ചെന്ന് കർത്താവിന്റെ അരികെ പറഞ്ഞ, കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ മക്കളെ നിന്റെ ഇടത്തും വലത്തും ഇരുത്തണമെന്ന്. അയ്യോ, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ അറിയാം. മറ്റുള്ള ശിഷ്യന്മാരും അവിടെ ഉണ്ടാക്കിയ പ്രശ്നം, അമ്മയുടെ ആഗ്രഹം മക്കൾ ഒരു നല്ല നിലയെ കാണാനേ. അപ്പൊ കർത്താവിന് ഉത്തരം കൊടുത്തുന്നുള്ളതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരാ വലത്തിരിക്കുന്ന ഇടത്തിരിക്കുന്ന, ഞാനല്ല നീ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസം. അമ്മയുടെ താല്പര്യം, അമ്മയുടെ വലിയ താല്പര്യം മക്കള് ഒരു നല്ല നിലയിലായി തീരാൻ തക്കണം. എന്തോ ഒരു ആഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ ആ മക്കളെ കുറിച്ചുള്ള ഭാരവും വേദനയും അറിയുവാൻ തക്കണം സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ അതേ കൂടുതലായി അടുക്കും തോറും നമ്മുടെ തലമുറയെ കുറിച്ചുള്ള വലിയ ഭാരം നമുക്കുണ്ടായിരിക്കണം. മക്കളെ കുറിച്ചുള്ള ആ വലിയ ഭാരം. എഡിസൺ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എഡിസൺ, അദ്ദേഹമാണ് ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടുപിടിച്ച വലിയൊരു മഹാനായിരുന്നു ആ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി. ഈ ബൾബൊക്കെ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്, ആരംഭം കണ്ടുപിടിച്ചത്. ഈ എഡിസൺ അദ്ദേഹം പഠിക്കാൻ ഭയങ്കര മണ്ടനായിരുന്നു, വെറും മണ്ടനായിരുന്നു. അപ്പൊ സ്കൂളിൽ വിട്ട സമയത്ത് ആ സ്കൂളിലേക്ക് ഏറ്റവും മണ്ടൻ എഡിസൺ ആണ്. ഒരു ദിവസം ടീച്ചറ് ഒരു എഴുത്ത് എഡിസന്റെ കൊടുത്തിട്ടു, ഇത് നിന്റെ അമ്മയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു. കൊച്ചു പയ്യനായിരിക്കുമ്പോൾ. അപ്പം ആ എഴുത്തുമായിട്ടും സന്തോഷത്തോടെ വന്നു. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ഇനി നിങ്ങളുടെ മകനെ സ്കൂളിൽ വിടണം, കാരണം ഈ സ്കൂളിലെ ക്ലാസ്സിലേക്ക് ഏറ്റവും മണ്ടൻ നിങ്ങളുടെ മകൻ. ആ ടീച്ചർ എത്ര അത് ക്രൂരത കാണിച്ചതറിയാമോ? ഈ ക്ലാസ്സിലെ ഏറ്റവും മണ്ടൻ, തലമണ്ട ഇല്ലാത്തത് നിങ്ങളുടെ മകനാണ്. അതുകൊണ്ട് അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഒക്കത്തില്ല, വേറെ സ്കൂൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് എഴുത്ത് കൊടുത്തു. ഈ എഴുത്ത് അമ്മയുടെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൽ കൂടെ കണ്ണുനീർ പോകാൻ തുടങ്ങി. പറഞ്ഞ മകൻ ചോദിച്ചു, മമ്മിയെ എന്താ എഴുത്തിന്റെ അത് എഴുതിയിരിക്കുന്നത്? അപ്പൊ ഈ മമ്മി ആ എഴുത്തെടുത്ത് വായിച്ച് കേൾപ്പിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ പിടിച്ച് ചൂര പിടിച്ച് 2 അടി അടിച്ചു. എന്നാൽ ഈ അമ്മ ആ എഴുത്തെടുത്ത് വായിച്ചറിയോ, നിങ്ങളുടെ മകൻ ഭയങ്കര മിടുക്കനാണ്, ഈ സ്കൂളിൽ പഠിക്കത്തക്ക നിലയിലല്ല നിങ്ങളുടെ മകൻ, അവന്റെ ബുദ്ധി ഭയങ്കരമാണ്, അതുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു സ്കൂളിലേക്ക് പറഞ്ഞു വിടണം, അവിടെ ആക്കണം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ ആ എഴുത്ത് ആ നിലയിൽ അങ്ങ് വായിച്ചു. അപ്പം എഡിസന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഈ അമ്മ എന്ത് എന്നറിയാമോ? വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചു. വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ച് ഈ മകൻ അതേ ഒരു വലിയ ശാസ്ത്രജ്ഞനായി. വലിയ കണ്ടുപിടുത്തങ്ങൾ, ഈ ബൾബ് മാത്രമല്ല, ഇലക്ട്രിസിറ്റി മാത്രമല്ല, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി. അദ്ദേഹം പ്രായം ചെന്ന് വൃദ്ധനായി കഴിഞ്ഞപ്പോൾ പഴയ ഫയലെല്ലാം പരിശോധിച്ച വേളയിൽ അമ്മയുടെ ഫയലെടുത്ത് നോക്കിയപ്പോൾ അന്ന് ടീച്ചർ കൊടുത്ത എഴുത്ത് താൻ എടുത്ത് വായിച്ചു. അന്ന് ടീച്ചർ കൊടുത്ത എഴുത്ത്. എഡിസൺ വാവിട്ട് കരഞ്ഞു. എന്റെ അമ്മ എത്ര മിടുക്കിയായിരുന്നു, എന്റെ അമ്മ എത്ര സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു. ആ എഴുത്ത് കണ്ടപ്പോൾ വാവിട്ട് കരഞ്ഞു. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നിസാരമായി എണ്ണരുത്. ഭാവിയിൽ അവരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാവിയിൽ അവരായിരിക്കും ഇന്ത്യയുടെ ഭരണചക്രം പിടിച്ച് അതേ തിരിക്കുന്ന ആൾക്കാർ അവരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും നീ മണ്ടനാണ്, തലമണ്ടയില്ലാത്തവനാണ്, നീ മൊണ്ണയാണ്, ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാതെ മക്കളെ എൻകറേജ് ചെയ്ത് അവരെ നല്ല നിലയിൽ കൊണ്ടുവരാൻ തക്കൊണ്ട് ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. ശലോമോന്റെ ആഗ്രഹം നല്ലതായിരുന്നു. എന്തായിരുന്നു അറിയാമോ? നിന്റെ പുനർജന്മത്തിൽ എന്റെ മക്കൾ രണ്ടുപേരും ഇടത്തും വലത്തും ഇരിക്കാൻ തക്കൊണ്ട് ഇടയാക്കണമേ. ആ വിളിച്ചിരിക്കുവാൻ യോഹന്നാനെ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. 5 വാക്യങ്ങൾ വായിക്കുക. എങ്ങനെയാണ് സ്നേഹത്തിന്റെ ഹൃദയം അവന് വെളിപ്പെട്ടത്? വാക്യം മക്കളെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം. തന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഒരാള് ഒരു വാക്യം വായിച്ച് പറയുന്നത്, ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറെടുത്ത് ചാരിക്കൊണ്ടിരുന്നു. യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യോഹന്നാന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് 5 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, യേശു സ്നേഹിച്ച ശിഷ്യൻ
യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നു. അതാരായിരുന്നു? യോഹന്നാനായിരുന്നു. ആ ഭാഗം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാം വാക്യം അങ്ങനെ തീരട്ടെ. യേശു സ്നേഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാന്റെ കൈ കൊടുക്കാനുള്ള കാരണം? അത് തെളിയിക്കാൻ ഞാനിവിടെ വരുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ മാർവിച്ചായിരുന്നു. കാരണം നിങ്ങൾ ഒരുത്തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരാന്നുള്ള ചോദ്യം വന്നു. അപ്പം യൂദായി ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ നീ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ആരാണെന്ന് അറിയാന്നൊക്കെ യോഹന്നാനൊക്കെ ആദ്യം കാണും. യോഹന്നാനോ മറ്റു ശിഷ്യന്മാരെല്ലാം അല്പം ദൂരം മാറിയിരിക്കുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ മാർവിൽ ചാരുന്നു. മാർവിൽ ചാർന്ന സ്നേഹമായിരുന്നു യോഹന്നാന്റെ സ്നേഹം. രണ്ടാമത് 19 അധ്യായം 26 27 വാക്യം വായിച്ച് ഏഞ്ചൽ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞ് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ക്രൂസിന്റെ ചോട്ട് വന്നപ്പോ മറ്റു ശിഷ്യന്മാരൊക്കെ പത്രോസൊക്കെ പറഞ്ഞു എല്ലാരും നിങ്ങൾ അറിയാലും ഞാൻ ഇടത്തില്ലെന്നൊക്കെ വീരവാദം മുഴക്കുക. ആളന്തിയെ ക്രൂസിന്റെ ചോട്ടി. തോമസ് പറഞ്ഞു നാമും അവനോട് മരിക്കണമെന്ന് പോകാൻ ലാസറിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നാ മറന്നാന്നറിയാം. വീരവാദം മുഴക്കുക. തോമാച്ചൻ എന്തിയെ? പത്രോസ് എന്തിയെ? എല്ലാരും ഓടിപ്പോയി. യോഹന്നാനും ചില സഹോദരിമാരും ക്രൂസിന്റെ ചോട്ടി വന്നിരിക്കുന്നു. അവരെ കണ്ടപ്പോൾ യേശു ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നു. യേശുവിന്റെ അമ്മയെ സ്ത്രീ എന്നാ വിളിച്ചത്. യേശു ഒരിക്കലും അമ്മയെന്ന് വിളിക്കുന്നില്ല. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയാ യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. നമ്മുടെ മക്കൾക്ക് കൊച്ചിലെ പിള്ളേരായിരിക്കുന്ന സമയത്ത് പിച്ചാത്തി എടുക്കാനും മുറിക്കാനും ഒക്കെ ആഗ്രഹില്ലേ? അമ്മ കൊടുക്കൂ. പിച്ചാത്തി എടുക്കൂടെ കയറി മേടിക്കും. എന്താ അവന്റെ ഇപ്പൊ ആ പിച്ചാത്തി കൊടുത്താൽ അവന്റെ ശരീരമൊക്കെ കുത്തി മുറിക്കും. അമ്മമാർ കൊടുക്കത്തില്ല. വെളിപ്പാട് പുസ്തകം ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാൾ കൊടുക്കുന്നത്. കൃപാവരം എല്ലാവർക്കും കൊടുക്കത്തില്ല. കൃപാവരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ഇവനെ കൊണ്ട് സാധിക്കുമെന്ന് അറിയുന്ന ഒരു വ്യക്തിക്കാണ് കൃപാവരങ്ങൾ ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ വല്ലതൊക്കെ കാറ്റിക്കൂട്ടും എന്ന് പറഞ്ഞ പോലെ ചുമതല ഏൽപ്പിക്കാൻ ക്രൂസിന്റെ ചോട്ട് എല്ലാവരും അകന്നു പോയപ്പോൾ യോഹന്നാൻ മാത്രമേ ഉള്ളൂ ഈ ക്രൂസിന്റെ ചോട്ടിൽ. മറ്റുള്ള ശിഷ്യന്മാരൊന്നുമില്ല. യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അവിടെ വായിക്കുന്ന ആ നാഴിക മുതൽ യേശുവിന്റെ അമ്മയെ അവൻ കൈക്കൊണ്ടു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവൻ വീട്ടിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുമ്പം മറ്റു ശിഷ്യന്മാരൊക്കെ അവിടെ നിൽക്കാന്നൊക്കെ വിചാരിക്കുക. അവിടെ എഴുതിയിട്ടില്ല. ഏതായാലും നമ്മൾ ക്രൂസിന്റെ ചോട്ടിൽ പോകാൻ എന്നാ നന്നായി, അല്ലെങ്കിൽ ഈ മുതുക്കിയെ നമ്മുടെ തലയിൽ കൊണ്ടേൽപ്പിച്ചെന്നെ എന്ന് ചിന്തിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു കാണും. യോഹന്നാൻ സന്തോഷത്തോടെ യേശു കൊടുത്ത ആ ചുമതല ഏറ്റുകൊണ്ട് അവൻ പോയി അമ്മയെ നോക്കുവാന്റെ കൂടിയായി. മൂന്നാമത് 20 അധ്യായം 4 വാക്യം. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. യേശു സ്നേഹിച്ച ശിഷ്യൻ മുൻപേ ഓടി. രണ്ടുപേരും ഒന്നിച്ചോടി. എന്നാൽ യോഹന്നാനോ മുൻപേ, യേശു സ്നേഹിച്ച ശിഷ്യൻ മുൻപേ ഓടി. മുൻപേ ഓടുന്ന സ്നേഹമായിരുന്നു യോഹന്നാന്റെ സ്നേഹം. മുൻപേ ഓടുന്ന സ്നേഹം. 21-7 സമയം പോകുന്നു. 21-7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കടലിൽ ചാടി. നോക്കണമേ, അവിടെ നിന്നവർക്ക് ആർക്കും അറിയത്തില്ല തിരുവസ്കടലിൽ വന്നിരിക്കുന്ന ആരാണ്. കുഞ്ഞുങ്ങളെ കൂട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു നാദാ ഞങ്ങള് കുറെ നേരം കൊണ്ട് അധ്വാനിക്ക് ഒന്നും കിട്ടിയില്ല. പടകിന്റെ വലത്തുവാശ വിശുവി പെരുത്ത മീൻകൂട്ടം കിട്ടുമെന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചു. വീശി 153 വലിയ മീനൊക്കെ വലിച്ചിട്ടത് ഈ പത്രോസിന്റെ കൂടിയാ. അവരാരും ഈ വന്ന വ്യക്തി ആരാന്നറിയാം. വിളിച്ച വിളി കുഞ്ഞുങ്ങളെ. ആ വിളി കേൾക്കും തന്നെ ഇവർക്ക് അറിയരുത്. എന്നാൽ ഇത്രയും വലിയ അത്ഭുതം ഉണ്ടായപ്പോൾ യോഹന്നാൻ പറഞ്ഞു അത് യേശുവാകുന്നു. കടൽക്കരയിലും തിരിച്ചറിയുന്ന സ്നേഹമായിരുന്നു യോഹന്നാന്റെ സ്നേഹം. നോക്കണമേ, യേശു സ്നേഹിച്ച ശിഷ്യൻ കടൽക്കരയിലും യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞ സ്നേഹം. ഒരു വാക്യം കൂടെ 21 അധ്യായം 20 വാക്യം. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ മെച്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. കേട്ടോ, നോക്കണമേ, അവിടുത്തെ സംഭവം വേറൊന്നാണ്. അവിടെ പത്രോസിനോട് ചോദിച്ചു നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു. അവൻ അവിടെ തപ്പുന്നത് കണ്ടു. അവസാനം 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു കർത്താവേ നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു.
അവനോട് പത്രോസ് പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളവർ നടന്നു, നീ വയസ്സനായ ശേഷം മറ്റൊരുത്തിന്റെ അരകെത്തി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അവന്റെ മരണം ഇത് അങ്ങനെ സൂചിപ്പിച്ചു. പറഞ്ഞ യോഹന്നാൻ സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്ന കണ്ടപ്പോൾ അവർ ചോദിക്കാൻ, ഇവന്റെ ആ ഭാവി എന്താകും? അവൻ യേശു പറഞ്ഞു വരല്ലോ, ഞാൻ വരുന്നിടം വരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് വിചാരിച്ചാൽ എന്റെ ഇടയ്ക്ക് യോഹന്നാൻ മരിക്കത്തില്ലെന്നൊക്കെ ഒരു ചിന്ത വന്നു. എന്നാൽ അത് കൃത്യമായിട്ട് അവിടെ 21 അധ്യായത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അപ്പോസ്തലന്മാരെ ജീവിച്ചിരുന്ന വ്യക്തി യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാരെല്ലാം മരിച്ചുപോയപ്പോൾ, രക്തസാക്ഷികളായിട്ട് മരിച്ചപ്പോൾ അതേ നാച്ചുറൽ മരണം സ്വീകരിച്ചത് യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. 5 കൂട്ടം കാര്യം യോഹന്നാൻ, അവന്റെ സ്നേഹത്തെക്കുറിച്ച്. എന്തുകൊണ്ട് യോഹന്നാനെ ദൈവം ഈ പ്രവചനം ഏൽപ്പിച്ചു? 1, അവന്റെ സ്നേഹം മാർവിച്ചാരുന്ന സ്നേഹം. 2, ചുമതല വാങ്ങുന്ന സ്നേഹം. 3, മുൻപേ ഓടുന്ന സ്നേഹം. 4, കടൽക്കരയിലും തിരിച്ചറിയുന്ന സ്നേഹം. 5, അന്ത്യം വരെയും ചെല്ലുന്ന സ്നേഹം. ഇവിടെ വായിക്കുന്നു, ഈ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ഈ വെളിപ്പാട് ദിവസം ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല. യോഹന്നാൻ പത്മോസിൽ വെച്ച് യേശു ക്രിസ്തു അടയാള സഹിതം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സമയം തന്നെ എഴുത്തുപോൽ കൊണ്ട് എഴുതിയ വ്യക്തിയാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. താൻ പത്മോസിന് തിരിച്ചു വന്നതിന് ശേഷം എഫെസോസിൽ താമസിക്കുമ്പം ഇതൊരു പുസ്തകമായിട്ട് എഴുതി നമുക്ക് തന്നു. അവിടെ വെച്ച് എഴുതി, പിന്നെ ഒരു പുസ്തക രൂപത്തിലാക്കി. 96 അവർ പുസ്തക രൂപത്തിലാക്കി തന്നു. ഇത് കാണുമ്പോൾ തന്നെ യോഹന്നാനെ ഏൽപ്പിക്കാൻ കാരണം, ഇവനെ ഏൽപ്പിക്കാൻ കൊള്ളാം. എല്ലാവരും ഓടുമ്പോൾ അങ്ങനെ ഓടിപ്പോകുന്നവനല്ല. ഇവൻ ചുമതല ഏറ്റുവാങ്ങിയവനാണ്. ഒരു കാലത്ത് ഇടിമക്കളായി റോമൻ ഗവൺമെന്റിനെ തകർക്കുന്ന ടെററിസ്റ്റ് സംഘത്തിൽ പെട്ടവനായിരുന്നെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിന്റെ സ്നേഹം വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. എഫെസോസിൽ കടന്നു വന്നതിന് ശേഷം വാർദ്ധക്യത്തിലായിരിക്കുന്ന യോഹന്നാന്റെ നാവിൽ നിന്ന് വരുന്ന വിഷയങ്ങളെല്ലാം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. പിതാക്കന്മാരെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ബാല്യക്കാരെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നോക്കണമേ, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ദൈവ സ്നേഹം തന്നെ എന്നുള്ള പദം എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹമായി കണ്ടുകൊണ്ട്, ദൈവ സ്നേഹമാണ്, ദൈവം മാത്രമേ ഉള്ളൂ സ്നേഹമായിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ദൈവങ്ങളെല്ലാം ക്രൂരമായിട്ട് ഇടപെടുന്നവരാണ്. ദൈവം സ്നേഹമാണ്. പുത്രന് നൽകിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹം ആസ്വദിച്ച വ്യക്തി തന്റെ സ്നേഹത്തിന്റെ 5 കൂട്ടം പ്രത്യേകതകൾ. 1, മാർവിച്ചാർന്ന സ്നേഹം. നമ്മൾ കർത്താവിനോട് എപ്രകാരം അടുത്തിരിക്കുന്നു ആ വ്യക്തിയിലാണ് ചുമതല ഏൽപ്പിക്കുന്നത്. 2, ചുമതല വാങ്ങുന്ന സ്നേഹം. മുൻപേ ഓടുന്ന സ്നേഹം. കടൽക്കരയിൽ തിരിച്ചറിയുന്ന സ്നേഹം. അന്ത്യം വരെ പിൻവലിഞ്ഞ സ്നേഹം. നമ്മുടെ സ്നേഹം അതുപോലെ ആയിരിക്കണം. നമ്മുടെ സ്നേഹം ഉണ്ടല്ലോ, നിർവ്യാജമായിരിക്കണം. അന്ത്യം വരെയും പിൻചെല്ലുന്ന സ്നേഹമായിരിക്കണം. ആ വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാണത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. 2, 3 വാക്യം അടുത്ത ആഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ അടുത്താണ് ഒരുപാട് പഠിക്കാൻ പോകുന്നത്. 366 ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തക രൂപത്തിലാക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.